അസ്സലാമു വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ നല്ലൊരു സ്നാക്കാണ് തയ്യാറാക്കുന്നത്. നല്ലൊരു ബ്രെഡ് പഫ്സ്. ബ്രെഡ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു സ്നാക്കാണിത്. സാധാരണ പഫ്സൊക്കെ തയ്യാറാക്കുന്ന പോലെ ചിക്കനോ വെജിറ്റബിൾസോ മുട്ടയൊക്കെ വെച്ചിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഞാനിപ്പോൾ ചിക്കൻ വെച്ചുള്ള ബ്രെഡ് പഫ്സാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇതിപ്പോൾ ഒരു 150-200 ഗ്രാമോളം ചിക്കൻ ഉണ്ട്. ചിക്കൻ്റെ അളവ് കുറച്ച് കൂടി പോയാലും കുറഞ്ഞു പോയാലൊന്നും കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇനി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ കുക്കർ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 2 വിസിലൊക്കെ വരുമ്പോഴേക്ക് ചിക്കൻ വെന്ത് വരും. ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തുള്ളത് എല്ലുള്ള ചിക്കനാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ ഒന്ന് വെന്ത് വന്ന ശേഷം എല്ലൊക്കെ ഒന്ന് മാറ്റിയിട്ട് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കണം. അപ്പോൾ കൂടുതൽ പൊടിഞ്ഞു പോകരുത്, മിക്സിയിലിട്ട് ഒന്ന് അങ്ങ് കറക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് ഫില്ലിങ്ങിന് വേണ്ട മസാല തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി തുടങ്ങിയതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 3 മീഡിയം സൈസിലുള്ള സവാള ഉണ്ട്. ഇനി ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ സവാള പെട്ടെന്നൊന്ന് വഴന്ന് വരാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് വഴറ്റിയെടുക്കുമ്പോൾ സവാള നന്നായിട്ട് വഴന്ന് വന്നോളും. അപ്പോൾ ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, പിന്നെ 2 പച്ചമുളക് നല്ല ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ മുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇടയ്ക്ക് മുളക് അടിക്കുന്ന പ്രശ്നമൊന്നും വരില്ല കേട്ടോ. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും ഒക്കെ ഒരു പച്ചമണം മാറി വരുന്നവരെ ഒന്നും കൂടി വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി നമ്മൾ ചേർത്തിട്ടുള്ള ഈ മസാലേൻ്റെ മണമൊക്കെ ഒന്ന് മാറി ചെറുതായി ഒന്ന് മൂത്ത് തുടങ്ങുന്നവരെ ഒന്നും കൂടി വാറ്റി കൊടുക്കാം. ഇപ്പോൾ മസാലയൊക്കെ മൂത്തതിൻ്റെ മണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുട്ട വെച്ചിട്ടുള്ള ബ്രെഡ് പഫ്സാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഈ മസാലയിൽ പുഴുങ്ങിയ മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് പഫ്സ് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് മസാല ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് മുട്ട ചേർത്തിട്ടുള്ള പഫ്സും തയ്യാറാക്കിയെടുക്കാം. ഇനി ബാക്കിയുള്ള ഈ മസാലയിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കന് എല്ലൊക്കെ ഒന്ന് മാറ്റി ശേഷം മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തില്ല കേട്ടോ. കൂടുതൽ പൊടിഞ്ഞു പോകരുത്, അതല്ലെങ്കിൽ കൈ വെച്ചിട്ടൊന്ന് പൊടിച്ചെടുത്താലും മതി. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിന് വേണ്ട മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറി വരുമ്പോഴേക്ക് നമുക്കിതിലേക്ക് വേണ്ട ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് വലിപ്പമുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് എടുക്കാൻ നോക്കാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് മാറ്റുന്ന ഈ ബ്രെഡിൻ്റെ സൈഡൊന്നും കളയണ്ട കേട്ടോ. അത് വെച്ച് നമുക്ക് ബ്രെഡ് ക്രംസ് തയ്യാറാക്കിയെടുക്കാം. മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്ത ശേഷം ഒരു പാനിലിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ പിന്നെ പെട്ടെന്നൊന്നും കേടാവില്ല. നമുക്ക് 2 ദിവസത്തിനുള്ളിലൊക്കെ യൂസ് ചെയ്യാനുള്ളതാണെങ്കിൽ വറുത്തെടുക്കണമെന്നില്ല കേട്ടോ. പൊടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം. നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്ന റോളിംഗ് പിൻ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. പെട്ടെന്ന് പരന്ന് വരും. ഇപ്പോൾ ഇത് നല്ലൊരു ഷീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ മസാല വെച്ച് കൊടുത്തിട്ടൊന്ന് മടക്കിയെടുക്കണം. നന്നായിട്ടൊന്ന് ചൂടാറിയ ശേഷം വേണം മസാല വെച്ച് കൊടുക്കാൻ. കുറച്ച് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ആദ്യം ഈ സൈഡൊന്ന് ഇതുപോലെ മടക്കി വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് അമർത്തി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒട്ടിയിരിക്കും. എന്നിട്ട് ഇതുപോലെ വീണ്ടും മടക്കി കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള ഭാഗം ഇതുപോലെ മടക്കി കൊടുക്കാം. ഏതെങ്കിലും ഭാഗമൊക്കെ വിട്ട് വരുന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ചും കൂടി വെള്ളമാക്കിയിട്ട് ഒന്നും കൂടി അമർത്തി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചെടുത്ത ശേഷം ഇതിൻ്റെ നടുക്കും ഇതുപോലെ ഒന്ന് അമർത്തി വെച്ച് കൊടുക്കാം. ഒന്നിപ്പോൾ മടക്കി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊന്നും വിട്ടുപോരില്ല. ഇത് മടക്കിയെടുക്കാനൊക്കെ നല്ല എളുപ്പമാട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് ആണെങ്കിൽ വെള്ളം വെച്ചൊട്ടിച്ചാൽ തന്നെ നന്നായിട്ട് ഒട്ടിയിരിക്കും. ഇനി വെള്ളം വെച്ചൊട്ടിച്ചിട്ട് വിട്ടു പോരാന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ കലക്കിയെടുത്തിട്ട് അത് വെച്ചൊട്ടിച്ചെടുത്താലും മതി കേട്ടോ. മടക്കിയെടുത്തിട്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ചെറിയൊരു ഭാഗം പോലും തുറന്നിരിക്കരുത്. അപ്പോൾ നമ്മളിത് പൊരിച്ചെടുക്കുമ്പോൾ ഓയിലുള്ളിലേക്ക് കയറും. ഇനി ഇതിൻ്റെ പുറത്ത് നമ്മൾ വേറെ കോട്ടിംഗ് ഒന്നും കൊടുക്കുന്നില്ല. ഇത് ഇതേപോലെ തന്നെ അങ്ങ് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്.
ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മസാല വെച്ചിട്ട് മുട്ട വെച്ചിട്ടുള്ള ഒരു ബ്രെഡ് പഫ്സ് തയ്യാറാക്കാം. അപ്പോൾ പരത്തിയെടുത്തിട്ടുള്ള ഒരു ബ്രെഡിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ ചേർക്കുന്നതിന് മുന്നേ മാറ്റി വെച്ചിട്ടുള്ള മസാല കുറച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു മുട്ടയുടെ പകുതി, ഇനി ചെറിയ ബ്രെഡാണെങ്കിൽ ഒരു മുട്ട 4ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിലൊരു പീസ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. വലിയ പീസായാൽ ചിലപ്പോൾ അത് മടക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാവും. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സൈഡിലൊക്കെ വെള്ളമാക്കി കൊടുത്തിട്ട് മടക്കിയെടുത്ത് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലതും ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആദ്യം തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഓയിൽ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. തീ കുറച്ച് വെക്കാനേ പാടില്ല കേട്ടോ. തീ കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രെഡിലേക്ക് ഓയിൽ നന്നായിട്ട് പിടിക്കും. ബ്രെഡ് ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് റെഡിയായി വരും. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു കളറായാൽ നമുക്കിത് ഓയിൽ നിന്ന് മാറ്റി കൊടുക്കാം. നമ്മളിതിന് വേറെ കോട്ടിംഗ് ഒന്നും കൊടുക്കാത്തതുകൊണ്ട് ഈ ബ്രെഡൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ട് നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഓയിൽ അധികം ഒന്നും ഇതിലേക്ക് പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് അങ്ങ് തിരിച്ചിട്ട് കൊടുക്കാതെ ഒന്ന് മുരിഞ്ഞു തുടങ്ങിയ ശേഷം തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ലൊരു ഗോൾഡൻ കളറാവുന്നവരെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത് നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.